സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയം. ഇതിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ പണം തിരികെ നൽകും. ഇതോടൊപ്പം കുടിശ്ശികയുള്ള ഒരു ഗഡു DA നൽകാനുള്ള പ്രഖ്യാപനവും സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്നത് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. ഇതാണ് തന്റെ 4ാമത്തെ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ നടപ്പിലാക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർക്കിടയിൽ അരക്ഷിതത്വം സൃഷ്ടിച്ചുവെന്ന തുറന്നു പറച്ചിലൂടെയാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്നതായിരിക്കും പുതിയ പദ്ധതിയെന്നും ധനമന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കിയായിരിക്കും പുതിയ പദ്ധതി നടപ്പാക്കുക. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ്വേർഡ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 7 മാസത്തെ കുടിശ്ശികയായി. ഇതിൽ ഒരു ഗഡു ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് പ്രഖ്യാപനം. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു DR ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. കോവിഡ് കാലത്ത് പോലും ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം.